ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്ത്, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഓഗസ്റ്റ് 1, ഒന്നാമത്തെ വായന ഭാഗം. 2 ശമൂവേൽ 18-ാം അധ്യായം. ബർഷേബയോടും ഊരിയാവിനോടും ഒക്കെ പാപം ചെയ്യുമ്പോൾ ദാവീദിന് നാഥാൻ പ്രവാചകനിലൂടെ ലഭിച്ച ശാപത്തിൻ്റെ വാക്കുകൾ ഓർക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ഫലപ്രാപ്തി എന്നോണം ഇന്ന് അബ്ശാലോം എഴുന്നേറ്റിരിക്കുകയാണ്. അബ്ശാലോം തൻ്റെ കൂടെ കുറേ ആൾക്കാരെ കൂട്ടി ഇസ്രായേലിൻ്റെ ഒരു നല്ലൊരു ഭാഗം അബ്ശാലോമിനോട് ചാഞ്ഞു. അബ്ശാലോമിൻ്റെ കൂടെ കൂടി. ദാവീദ് അറിയുന്നു, ദാവീദിനെതിരെ പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. ദാവീദ് അത് അറിഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു സംഘർഷത്തിൻ്റെ എന്തായാലും അബ്ശാലോം ദാവീദിനെ കൊന്നിട്ടോ അല്ലെങ്കിൽ തോൽപ്പിച്ചിട്ടോ കാരാഗൃഹത്തിൽ അടച്ചിട്ടോ രാജഭരണം ഏറ്റെടുക്കും എന്ന തരത്തിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ 18-ാം അധ്യായത്തിൽ വരുമ്പോൾ ദാവീദ് തൻ്റെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ എണ്ണി നോക്കി. യോവാബിൻ്റെ കീഴിലും യോവാബിൻ്റെ സഹോദരനായ അബീശായിയുടെ കീഴിലും ഇത്ഥായിയുടെ കീഴിലുമൊക്കെ ശതാധിപന്മാരെയും സഹസ്രാധിപന്മാരെയും ഒക്കെ നിയമിച്ചു. ഒരു യുദ്ധത്തിന് വേണ്ടി അവർ പുറപ്പെടുകയാണ്. അതിനിടയ്ക്ക് ദാവീദ് പറയുന്നുണ്ട്, ഞാനും നിങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരാമെന്ന് പറയുന്നു. പക്ഷേ ജനം അത് സമ്മതിക്കുന്നില്ല. നീ യുദ്ധത്തിന് വരണ്ട, ഞങ്ങൾ തോറ്റോടിയാൽ അത് ആരും അത്ര ഗണ്യമാക്കുകയില്ല. എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ പകുതി പേര് പട്ടുപോയാലും അതിൽ കാര്യമില്ല. നീ ആണെങ്കിൽ 10,000 പേർക്ക് തുല്യൻ. ആകയാൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഒരു വലിയ സംഗതിയാണ്. അതുകൊണ്ട് നീ പട്ടണത്തിലിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സഹായം ചെയ്താൽ മതി എന്ന് പറയും. അങ്ങനെ രാജാവ് പടിവാതിൽക്കലിരിക്കും. ജനമൊക്കെയും 1000 ആയിട്ടും 100 അബ്ശാലോം രാജകുമാരൻ്റെ സൈന്യത്തോട് എതിരിടുവാൻ പോയി. പക്ഷേ ദാവീദ് രാജാവ് ഒരു താക്കീത് അവിടെ പോകുന്നവരോട് പറയുന്നുണ്ട്. യോവാബിനോടും അബീശായോടും ഇത്ഥായിയോടും, അവരാണല്ലോ സൈന്യാധിപന്മാർ 3 പേർ. അവരോട് പറഞ്ഞ്, അബ്ശാലോം രാജകുമാരനോട് എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുവിൻ എന്ന് പറഞ്ഞാൽ അബ്ശാലോമിനെ കൊല്ലരുത് എന്നർത്ഥം. അങ്ങനെ ഇവരെല്ലാം ജനമെല്ലാം ഓടി ഇസ്രായേലിൻ്റെ നേരെ പുറപ്പെട്ടു. എഫ്രൈം വനത്തിൽ വെച്ചാണ് പടയുണ്ടായത്. ഇസ്രായേൽ ജനം ദാവീദിൻ്റെ ചേവകരോട് തോറ്റു. ഒരു മഹാസംഹാരം നടന്നു. 20,000 പേരാണ് ഇസ്രായേലിൽ നിന്ന് വന്നവരിൽ മരിച്ചുപോയത്. എന്നിട്ട് അവർ പേടിച്ച് ഇത് പേടിച്ചിട്ട് അവർ വനത്തിനകത്തൊക്കെ സംരക്ഷണയ്ക്കായിട്ട് ഓടി പലയിടത്തായിട്ട് പോയി. ഇവിടെ നമ്മൾ വായിക്കുന്നത്, അന്ന് വാളിനിരയായതിലും അധികം പേർ വനത്തിനിരയായി തീർന്നതാണ്. വനത്തിൻ്റെ പലതരം കാര്യങ്ങൾ. വനത്തിൽ വന്യമൃഗങ്ങളുണ്ടാവും, ചിലപ്പോൾ അപ്രതീക്ഷിതമായ കുഴിയും ഗർത്തങ്ങളുണ്ടാകാം, ഓടിപ്പോകുമ്പം മരത്തിലിടിച്ച് മരിക്കാം, പലതരം അപകടങ്ങൾ, പാറകൾ കാണും. അങ്ങനെയൊക്കെ അന്ന് പടയിൽ പട്ടുപോയതിലധികം പേർ വനത്തിൽ വെച്ച് മരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അബ്ശാലോം ദാവീദിൻ്റെ ചേവർക്ക് നേരെയായി. അബ്ശാലോം വന്നിട്ട് ഒരു കോവർ, എല്ലാവരും ഓടുകയാണല്ലോ, അബ്ശാലോമിൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഓടുകയാണ്. അബ്ശാലോമും ഓടി ഒരു കോവർ കഴുതപ്പുറത്ത് കയറി ഓടിച്ചു പോയി. പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ തലയിൽ നല്ല മുടി ഇങ്ങനെ ഒരുപാട് കെട്ടിവെച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ തലമുടി ഒരു കരുവേലകത്തിൽ പിടിയിലായിപ്പോയി. കരുവേലകത്തിൻ്റെ കൊമ്പിൽ തൂങ്ങിപ്പോയി. ശരീരം കഴുതയങ്ങ് ഓടിപ്പോയി. അബ്ശാലോം അതിൽ തൂങ്ങിക്കിടന്നു. അത് അഴിച്ചെടുക്കാനൊന്നും അബ്ശാലോമിന് കഴിയുമായിരുന്നില്ല. അപ്പോൾ ആകാശത്തിനും ഭൂമിക്കും മധ്യ തൂങ്ങി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ബാല്യക്കാരൻ കണ്ടിട്ട് യോവാബിനോട് പോയി പറഞ്ഞു. യോവാബ് പറഞ്ഞു, നീ എന്താ അവനെ അവിടെ വെച്ച് കൊന്നു കളയാത്തത്? ഞാൻ നിനക്ക് പിന്നെ വെള്ളിയും അരക്കച്ചയും ഒക്കെ തരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ തിരിച്ച് മറുപടി പറഞ്ഞു, 1000 ശേക്കൽ വെള്ളി തന്നാലും ഞാൻ രാജകുമാരൻ്റെ നേരെ കൈവീട്ടുകയില്ല. നിങ്ങളോടല്ലേ
രാജാവ് പറയുന്നത് നിങ്ങളോട് രാജാവ് പറയുന്നത് ഞാൻ കേട്ടല്ലോ, അബ്ശാലോം രാജകുമാരനെ ആരും തൊടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. എന്നിട്ട് അങ്ങനെ രാജാവ് പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമോ? ചെയ്താൽ രാജാവിന് എന്തെങ്കിലും മറവായിരിക്കുമോ? അങ്ങനെ ചെയ്താൽ നീ തന്നെ എന്നെ കുറ്റം വിധിക്കുമല്ലോ എന്ന് പറഞ്ഞു. നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് യോവാബ് ഒരു 3 കുന്തവും എടുത്തുകൊണ്ട് പോയി ആ തൂങ്ങിക്കിടക്കുന്ന അവിടെ വെച്ച് തന്നെ നെഞ്ചിൽ കുത്തിക്കടത്തി. ആ കരുവേലത്തിൽ തൂങ്ങിക്കിടക്കുന്ന അബ്ശാലോമിനെ അങ്ങനെ തന്നെ നെഞ്ചിനകത്ത് ഈ കുന്തം കുത്തിക്കടത്തി. അപ്പം അവിടെ വെച്ച് ബാക്കി എല്ലാവരും കൂടി ചേർന്ന് അബ്ശാലോമിനെ അടിച്ചു കൊന്നു. പിന്നെ യോവാബ് കാഹളമൂതി ഇനി യുദ്ധത്തിന് അങ്ങോട്ടാരും ഇസ്രായേലിനെ പിന്തുടരുന്നത് മതിയാക്കാൻ പറഞ്ഞു. മതിയാക്കി അവരുടെ വീട്ടിലേക്ക് മടങ്ങി. കാരണം അതിൻ്റെ പ്രധാന ആൾ, അതിൻ്റെ നായകൻ മരിച്ചല്ലോ. ഇനി ഒരു യുദ്ധത്തിന് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. അവർ അബ്ശാലോമിനെ എടുത്ത് വനത്തിലൊരു വലിയ കുഴിയിലിട്ട് അതിൻ്റെ മേലെ വലിയൊരു കൽക്കൂമ്പാരവും കൂട്ടിയിട്ടു. ഈ അബ്ശാലോമിനെ കാണാതിരുന്ന കുറേ നാൾ ഒരു സ്തംഭം കൂട്ടി ഒരു തൂണ് വെച്ചിട്ട് അബ്ശാലോമിൻ്റെ പേര് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ദാവീദ്. അങ്ങനെ ഇരുന്ന ദാവീദിനാണിപ്പോൾ തൻ്റെ അതേ മകൻ തന്നെ മരിച്ചുപോയ ഒരു സംഗതിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് വാർത്ത പറയാൻ വേണ്ടി ഒരുത്തൻ പോയി അതിൻ്റെ പുറകെ ഓരോരുത്തൻ പോയി ദാവീദ് പടിവാതിൽക്കലിരിക്കുമ്പം അവിടെ ചെന്നു. രാജാവിൻ്റെ കൈ നേരെ വാങ്ങിയവരെ ഏൽപ്പിച്ചു തന്ന നിൻ്റെ ദൈവമായ യഹോവ സ്തുതിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. അതായത് രാജാവിനെ എതിരിട്ട് നിന്ന ആള് മരിക്കാനിടയായതിന് ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പം രാജാവ് ചോദിക്കുകയാണ്, അബ്ശാലോം രാജകുമാരൻ സുഖമായിരിക്കുമെന്ന് ചോദിച്ചു. അപ്പം അവിടെ വീണ്ടും വേറൊരുത്തം പുറകെ വന്ന് മാറിയിരിക്കും, ഞാൻ അങ്ങോട്ട് പറയാമെന്ന് പറഞ്ഞ് ആ കൂശിൻ വന്ന് പറഞ്ഞു, യജമാന രാജാവിന് ഇതാ നല്ല വർത്തമാനം. നിന്നോട് എതിർത്ത് നിന്ന എല്ലാവരോടും യഹോവ ഇന്ന് നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്തിരിക്കുന്നു എന്ന് കൂശിൻ പറഞ്ഞു. എത്യോപ്യൻ രാജാവ് ആ എത്യോപ്യനോട് അബ്ശാലോം രാജകുമാരൻ സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം മറ്റവനോട് ചോദിച്ചപ്പോഴും അവൻ മറുപടി പറഞ്ഞില്ല, ഇവനോട് ചോദിക്കുകയാണ്. അതിന് കൂശിൻ, യജമാനായ രാജാവിൻ്റെ ശത്രുക്കളും നിന്നോട് ദോഷം ചെയ്യാൻ എഴുന്നേൽപ്പിക്കുന്ന എല്ലാവരും ആ കുമാരനെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദിന് കാര്യം മനസ്സിലായി. അബ്ശാലോം രാജകുമാരൻ കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലായി. രാജാവ് നടുങ്ങി പടിപ്പുരമാളികൾ കയറി എന്നാണ് എഴുതിയിരിക്കുന്നത്. രാജാവ് നടുങ്ങി. കാരണം മകൻ മരിച്ചു എന്നുള്ളത് നേരിട്ട് അയാൾ പറഞ്ഞില്ല. അയാൾ പറഞ്ഞത്, രാജാവ് നിന്നോട് ദോഷം ചെയ്യുവാൻ എഴുന്നേൽക്കുന്നവരെല്ലാം അബ്ശാലോം രാജകുമാരനെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രാജാവിന് മനസ്സിലായി. രാജാവ് എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറി കരച്ചിലായിരുന്നു. നിനക്ക് പകരം ഞാൻ മരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, അബ്ശാലോമേ എൻ്റെ മകനെ, എൻ്റെ മകനെ എന്ന് പറഞ്ഞ് അവിടെ വീട്ടിനകത്ത് കരഞ്ഞും കൊണ്ട് നടന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇവിടെ അത്ര കണ്ട് ദുഃഖകരമായ ഒരു അവസ്ഥ ദാവീദിന് ഉണ്ടായി. അത് ഈ യോവാബാണ് ഇതിൻ്റെ കാരണക്കാരൻ. അതുപോലെ തന്നെ യോവാബിൻ്റെ നേരത്തെ അബ്നേറിനെ കൊല്ലുന്ന കാര്യത്തിലൊക്കെ യോവാബ് ഇങ്ങനെയുള്ള അതിക്രമങ്ങൾ അല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ദാവീദാണ് അതിനകത്ത് അബ്നേറിനെ വരുമ്പോഴും അബ്നേറിന് നല്ല വാക്ക് പറഞ്ഞു വിടുകയും അബ്നേറിനെ തൻ്റെ കൂടെ കൂട്ടുകയും ചെയ്യുന്ന ദാവീദാണ്. ഇവിടെയും ദാവീദ് പറയുന്നുണ്ട്, തൻ്റെ മകനെ കൊല്ലരുത്, അവനെ രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും രണ്ടും നോക്കുമ്പോൾ ഇവിടെ രണ്ടും ദാവീദിനെതിരെയാണ് ഈ യോവാബിൻ്റെ പ്രവൃത്തി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂക്ഷ്മ വിചിന്തനത്തിൽ നമ്മളത് മനസ്സിലാക്കുന്നത്. ഇതിന് യോവാബിന് വില കൊടുക്കേണ്ടി വരും. പിന്നീട് അത് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കുന്നത് ശലോമോൻ രാജാവിൻ്റെ കാലത്താണെന്ന് മാത്രം. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം. യിരെമ്യാ പ്രവാചകന്റെ ഈ അധ്യായത്തിന് തൊട്ടു മുമ്പ് നെബൂഖദ്നേസർ രാജാവ്
സിദക്കിയാവാണ് ഇന്ന് അവിടെ രാജാവായിരിക്കുന്നത്. സിദക്കിയാവിനോട് യുദ്ധത്തിന് വരുന്നുണ്ട്, അവരെ പിടിക്കാനും അത് ഉപരോധിക്കാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് സിദക്കിയാവ് ആളുകളെ, ദൂതന്മാരെ യിരെമ്യാവിൻ്റെ അടുത്ത് അയക്കുന്നുണ്ട്. യിരെമ്യാവ് കൃത്യമായി തന്നെ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്നുമുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ആ അറിയിപ്പിൽ പറയുന്ന കാര്യമാണ്, ഈ ദേശത്തിന് അനർത്ഥം വരുത്തും, ഇവിടെ നിന്ന് പലരും മരിക്കും, നിങ്ങളെ ബാബേലിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത്. ഇതിനു മുമ്പ് ബാബേലിലേക്ക് ആളുകളെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്, പ്രവാസത്തിലേക്ക് പോയിട്ടുണ്ട് ഒരു വലിയ സംഘം. നെബൂഖദ്നേസർ തന്നെയാണ് അന്നും വന്നത്. ഇവിടെ ഇന്ന് നമ്മൾ വായിക്കുന്ന 22-ാം അധ്യായത്തിൽ ദൈവം പറയുകയാണ്, നീ യഹൂദ രാജാവിൻ്റെ അരമനയിൽ ചെന്ന് അവിടെ ഈ വചനം പ്രസ്താവിക്കാൻ. നേരത്തെ ഇങ്ങോട്ട് അയക്കപ്പെട്ടതല്ല, അയച്ചു വന്നിട്ട് ആണല്ലോ യിരെമ്യാവ് ദൂതന്മാരോടാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നത്, നീ പോയി യഹൂദ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയിട്ട് ഈ കാര്യം പറയണം. അവിടെ ചെന്നിട്ട് പറയേണ്ടത്, യഹൂദ രാജാവെ, നീയും നിൻ്റെ ഭൃത്യന്മാരും ഈ വാതിലുകളിൽ കൂടി കടക്കുന്ന നിൻ്റെ ജനവും യഹോവയുടെ വചനം കേട്ടുകൊള്ളുവിൻ. ദൈവം ഇപ്രകാരം കൽപ്പിക്കുന്നു, നിങ്ങൾ നീതിയും ന്യായവും നടത്തി കവർച്ചയായി ഭവിച്ചവനെ പീഡകൻ്റെ കയ്യിൽ നിന്ന് വിടുവിപ്പിൻ. പരദേശിയോടും അനാഥരോടും വിധവയോടും അന്യായവും ബലാത്കാരവും ചെയ്യരുത്. ഈ സ്ഥലത്ത് കുറ്റമില്ലാത്ത രക്തം ചൊരിയുകയും അരുത്. നിങ്ങൾ ഈ വചനം അനുഷ്ഠിച്ചാൽ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരും രഥങ്ങളിലും കുതിരപ്പുറത്തും കയറുന്നവരുമായ രാജാക്കന്മാരും അവരുടെ ഭൃത്യന്മാരും പ്രജകളും ഈ അരമനയുടെ വാതിൽ കൂടി കടക്കും. ഈ വചനം കേട്ട് അനുസരിക്കുന്നില്ലെങ്കിലോ ഈ അരമന ശൂന്യമായി പോകുമെന്ന് ഞാൻ എന്നെ ചൊല്ലി സത്യം ചെയ്യുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് കൃത്യമായി തന്നെയാണ് ഈ കാര്യങ്ങൾ യിരെമ്യാ പ്രവാചകൻ പറയുന്നത്. അത് അനേകം ജാതികളും ഈ നഗരം വഴി കടന്നു പോകുമ്പോൾ ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട്, ഈ മഹാനഗരത്തോട് യഹോവ ഇങ്ങനെ ചെയ്തത് എന്തെന്ന് ചോദിക്കും എന്നും അവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട്, ചോദ്യത്തിന് മറുപടിയായിട്ട് അവിടെ പറയുന്നത്, അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമം ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിച്ചത് കൊണ്ട് ആണ് ഈ നഗരം ഇങ്ങനെ കിടക്കുന്നത്. ഈ കൊട്ടാരവും അതുപോലെ തന്നെ ദേവാലയവും ഒക്കെ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ കാരണം ഇവിടുത്തെ ജനം ദൈവത്തെ പിന്മാറിയത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. മരിച്ചവനെക്കുറിച്ച് കരയേണ്ട, അവനെക്കുറിച്ച് വിലപിക്കുകയും വേണ്ട. നാട് വിട്ട് പോകേണ്ടി വരുന്നവനെക്കുറിച്ച് തന്നെ കരവിൻ. അവൻ മടങ്ങി വരികയില്ല, ജന്മദേശം ഇനി കാണുകയുമില്ല. അപ്പോൾ അത് അങ്ങനെയും സംഭവിക്കാം. മടക്കി വരുത്തുമെന്ന് ദൈവം പറയുന്നുണ്ട്. 70 വർഷത്തിനിടയ്ക്ക് എത്രയോ പേർ അവിടെ വെച്ച് മരണപ്പെട്ടു പോകും. ആ ബാബേൽ ദേശത്ത് വെച്ച്, കൽദയ ദേശത്ത് വെച്ച്. ഇപ്പോൾ പോകുന്നവരെല്ലാവരും മടങ്ങി വരില്ല, വേറെ അടുത്ത തലമുറയായിരിക്കും മടങ്ങി വരുന്നത്. അപ്പം അതൊരു സത്യമായ കാര്യമാണ്. അവൻ തൻ്റെ അപ്പനായ യോശിയാവിന് പകരം വാണിട്ട് ഈ സ്ഥലം വിട്ടുപോയവനായി യോശിയാവിൻ്റെ മകനും യഹൂദ രാജാവുമായ ശല്ലൂമിനെക്കുറിച്ച് യഹോവ ഇപ്രകാരം അറിയിച്ചു. അപ്പോൾ വേറൊരു മകനെക്കുറിച്ചാണ് പറയുന്നത്. അവൻ ഇവിടേക്ക് മടങ്ങി വരികയില്ല, അവനെ ബദ്ധനാക്കി കൊണ്ടുചെന്ന സ്ഥലത്ത് വെച്ച് തന്നെ അവൻ മരിക്കും, ഈ ദേശം ഇനി അവൻ കാണുകയില്ല. എന്നിട്ട് താഴോട്ട് നമ്മൾ വീണ്ടും വായിക്കുമ്പം, അവൻ എളിയവനും ദരിദ്രനും ന്യായം പാലിച്ചു കൊടുത്തു, അന്ന് അവന് നന്നായിരുന്നു. അത് എൻ്റെ അപ്പനായ രാജാവിനെ കുറിച്ചാണ്. നിൻ്റെ അപ്പനും ഭക്ഷണപാനീയങ്ങൾ കഴിച്ചില്ലയോ? അപ്പം നിൻ്റെ അപ്പനെക്കുറിച്ച് പറയുകയാണ്. അപ്പം അവൻ എളിയവനും ദരിദ്രനും ന്യായം പാലിച്ചു കൊടുത്തു, അന്ന് അവന് നന്നായിരുന്നു. ഇതല്ലയോ എന്നെ അറിയുക എന്നുള്ളത് എന്ന യഹോവയുടെ അരുളപ്പാട്. എന്നാൽ നിൻ്റെ കണ്ണും മനസ്സും അത്യാഗ്രഹം നിവർത്തിക്കുക, കുറ്റമില്ലാത്ത രക്തം ചൊരിയുക, പീഡനവും സാഹസവും ചെയ്യുക എന്നിവയിലേക്കാണ് നിനക്ക് മനസ്സ് വന്നത് ചെയ്യാൻ. അപ്പം അതാണ് നീ. എന്നാൽ അതുകൊണ്ട് യഹോവ യോശിയ രാജാവിൻ്റെ മകനായി യഹൂദ രാജാവ് യഹോയാക്കീമിനെ കുറിച്ച് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവനെക്കുറിച്ച് അയ്യോ സഹോദര, അയ്യോ സഹോദരി എന്ന് ചൊല്ലി വിലപിക്കുകയില്ല. അവനെക്കുറിച്ച് അയ്യോ തമ്പുരാനെ, അയ്യോ തിരുമേനി എന്ന് ചൊല്ലി വിലപിക്കുകയുമില്ല. യെരുശലേമിൻ്റെ പടിവാതിലുകൾക്ക് പുറത്ത് അവനെ വലിച്ചെറിഞ്ഞും ഒരു കഴുതയെ കുഴിച്ചിടുന്ന പോലെ അവനെ കുഴിച്ചിടും. ലെബനോനിൽ കയറി ചെന്ന് നിലവിളിക്കുക, ബാശാനിൽ നിന്ന് എൻ്റെ ശബ്ദം ഉയർത്തുക. എൻ്റെ വാക്ക് അനുസരിക്കാതിരിക്കുന്നത് ബാല്യം മുതൽ നിനക്കുള്ള ശീലം. നിന്നെ മേയ്ക്കുന്നവരൊക്കെയും
കൊടുങ്കാറ്റും നിന്നെ മേയിക്കുന്നവരെയൊക്കെയും കൊടുങ്കാറ്റ് മേയിക്കും. നിന്റെ സ്നേഹിതന്മാർ പ്രവാസത്തിലേക്ക് പോകും. അപ്പോൾ നീ നിന്റെ സകല ദുഷ്ടതയും നിമിത്തം ലജ്ജിച്ച് അമ്പരന്നു പോകും. യഹോയാക്കീമിൻ്റെ മകനായ യഹൂദ രാജാവായ കെന്യാവ് എന്ന് പറയുന്നത് യഹോയാക്കീമിൻ്റെ മകനായ കൊന്യാവ് എന്ന് പറയുന്നത് യഖന്യാവ്, യഹോയാക്കീൻ എന്നൊക്കെ ഉള്ള പേര് ഈ കന്യാവിനുണ്ട്. യഖന്യാവ്, യഹോയാക്കീമിൻ്റെ മകൻ യഹോയാക്കീൻ. എൻ്റെ വലം കൈക്ക് ഒരു മുദ്രമോദനായിരുന്നാലും ഞാൻ നിന്നെ ഊരി എറിഞ്ഞു കളയും എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിനക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ കയ്യിലും നീ ഭയപ്പെടുന്നവരുടെ കയ്യിലും ഏൽപ്പിക്കും. ബാബേൽ രാജാവ് നെബൂഖദ്നേസറിൻ്റെ കയ്യിലും കൽദയരുടെ കയ്യിലും തന്നെ. ഈ നെബൂഖദ്നേസർ ഇവിടെ യുദ്ധത്തിന് വന്നപ്പോഴാണല്ലോ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു വിട്ടത്. ഇവിടെ ആ നെബൂഖദ്നേസർ നിങ്ങളെ കൊണ്ടുപോകും, നിങ്ങളെ കയ്യിലേൽപ്പിക്കും. ഞാൻ നിന്നെയും നിൻ്റെ പ്രസവിച്ച അമ്മയെയും നിങ്ങൾ ജനിച്ചതല്ലാത്ത അന്യദേശത്തിലേക്ക് തള്ളിക്കളയും. അവിടെ വെച്ച് നിങ്ങൾ മരിക്കും. അവർ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ദേശത്തവർ മടങ്ങി വരികയില്ല. കുന്യാവ് എന്ന ഈ ആൾ സാരമില്ല എന്ന് വെച്ച് ഉടച്ചു കളഞ്ഞ ഒരു കലമോ ആർക്കും ഇഷ്ടമില്ലാത്ത പാത്രമോ അവനെയും അവൻ്റെ സന്തതിയെയും തേച്ച് അവർ അറിയാത്ത ദേശത്തേക്ക് തള്ളിക്കളവാൻ സംഗതിയാന്ത്. അപ്പോൾ ഇതൊക്കെയും ദൈവം പറയുമ്പോൾ കൃത്യമായി അപ്പൂപ്പനെക്കുറിച്ച്, അവർ ചെയ്തതിനെക്കുറിച്ച്, അവർ ചെയ്യാത്തതിനെക്കുറിച്ച്, അവർക്ക് വരുത്തിയ ശിക്ഷയെക്കുറിച്ച് ഒക്കെയും ഇന്ന് സിദെക്കീയാവിനെ ഓർപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സിദെക്കീയാവിന് വേണമെങ്കിൽ പിന്തിരിഞ്ഞ് വരാം, തൻ്റെ അപ്പന്മാർ ചെയ്ത തെറ്റുകളിൽ നിന്ന് പിന്തിരിഞ്ഞ് വരാം. യോശിയാവിൻ്റെ കാലത്തിന് ശേഷം യഹോവാസായാലും തുടർന്നിങ്ങോട്ടുള്ള യഹോഹാസ്, യഹോയാക്കീൻ, അതുപോലെ ഇന്ന് സിദെക്കീയാവ് 4 രാജാക്കന്മാരാണ്. അപ്പോൾ ശല്ലൂമിനെ നമ്മൾ ഇതിനകത്ത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് രാജാക്കന്മാർ പുസ്തകത്തിലും വായിക്കുന്നില്ല. ഇവിടെ ഒരു പരാമർശം മാത്രമാണ് നമ്മൾ കാണുന്നത്. ഡീറ്റെയിൽ ആയിട്ട് അങ്ങനൊരു ആള് രാജഭരണത്തിലിരുന്നതായിട്ടോ അല്ലെങ്കിൽ ഒന്നും അദ്ദേഹത്തിന് വന്ന ഈ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ രാജാക്കന്മാർ പുസ്തകത്തിലൊന്നും വായിക്കുന്നില്ല. ഇവിടെ സിദെക്കീയാവിന് സാധ്യതയുണ്ട്. സിദെക്കീയാവിന് മടങ്ങി വരാൻ, അല്ലെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴുവാനും തന്നെ ശുദ്ധീകരിക്കാനും ഒക്കെ മനസ്സുണ്ടെങ്കിൽ ഈ ഒരു അനർത്ഥം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിലേക്ക് അത് സംഭവിക്കുന്നില്ല. കാരണം ദൈവം ഇത് തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യമാണ്. അത് തീരുമാനിച്ചുറപ്പിച്ച് എന്തുകൊണ്ടാണ്? വരുവാനിരിക്കുന്നത് എന്താണെന്നുള്ളത് കൃത്യമായ ബോധ്യം ദൈവത്തിനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും സിദെക്കീയാവ് മടങ്ങി വരില്ല, സിദെക്കീയാവ് നേരെയാകത്തില്ല. സിദെക്കീയാവിൻ്റെ ദുഷ്ടത ഏറ്റവും ഉയർന്ന ദുഷ്ടതയിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം അത് തീരുമാനിച്ചത്. അല്ലാതെ സിദെക്കീയാവ് മടങ്ങി വന്നാൽ ദൈവം അനുദപിക്കും, ദൈവമാർക്ക് കൊടുക്കും. പക്ഷേ ഇത് അങ്ങനെ സംഭവിക്കില്ല എന്നുള്ളത് ദൈവത്തിന് നല്ല ഉറപ്പുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിലും സിദെക്കീയാവോളം ആരും അത്രയും പാപം ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതുപോലൊന്നും ആകത്തില്ല എങ്കിലും ചെറിയ പാപങ്ങൾ ദൈവത്തിന് അഹിതമായത് ഒക്കെയും നമ്മൾ ചെയ്യുന്നുണ്ട്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദൈവത്തെ വിട്ടുമാറി വേറൊരു ദൈവത്തിൻ്റെ പുറകെ പോകാതിരിക്കുക, നമ്മുടെ ബന്ധങ്ങളെ ഏറ്റവും വിശുദ്ധമായി കാക്കുക, നമ്മുടെ സഹോദരന്മാരെ അവരോട് അന്യായമായി പെരുമാറാതിരിക്കുക, അവരോട് സ്നേഹിക്കുക, അവരെ സ്നേഹിക്കുക. അപ്പോൾ ഇതൊക്കെയും ക്രിസ്തുവോട് ചെയ്യുന്ന പോലെയാണ് സഹോദരങ്ങളോട് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ദൈവമായിട്ടുള്ള നിരപ്പ്, ഒന്ന് മനുഷ്യനുമായിട്ടുള്ള സഹോദരങ്ങളുമായിട്ടുള്ള നിരപ്പ്. ഇത് രണ്ടും വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമ്മൾ ഈ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത് ആണ് ഏറ്റവും വലിയ കാര്യം. സ്വന്തമായി എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ വന്നു പോയാൽ അതിന് ദൈവത്തിന് മുമ്പിൽ പരിഹാരമുണ്ട്. പക്ഷേ മറ്റുള്ളവരോട് ചെയ്യുമ്പം അവിടെയാണ് അത് കൂടുതൽ കുറ്റമായി തീരുന്നത്. മറ്റൊരാളെ വിഷമിപ്പിക്കുക, മറ്റൊരാളെ മോട്ടിക്കുക, മറ്റൊരാളുടെ മോഹിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് അത് റിലേഷൻഷിപ്പിനെ നശിപ്പിക്കുകയും അങ്ങനെ ചെയ്യാൻ തക്കവണ്ണം ഒരാൾക്ക് മനസ്സുണ്ടായാൽ അത് ദൈവത്തിന് വലിയ കുറ്റമായി തീരുകയും ചെയ്യുന്നുണ്ട്. അപ്പം ദൈവത്തെ വിട്ടുമാറാതെ ദൈവത്തിൽ തന്നെ ഇതാകുക. അതുപോലെ അങ്ങനെ സഹോദരങ്ങളോ എന്തെങ്കിലും കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അത് ദൈവസന്നിധിയിൽ തന്നെ അതിനുള്ള പരിഹാരം കാണുവാൻ ദൈവത്തോട് തന്നെ പറയുകയാണ്. ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് ദൈവത്തോട് സമ്മതിക്കുകയും വേണമെന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ നീതീകരണത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടുന്നത്. അങ്ങനെ ജീവിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. 3-ാമത്തെ വായനാ ഭാഗത്തിൽ നിന്ന് റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച അല്ലെങ്കിൽ 7, 8 ഒക്കെ അധ്യായങ്ങളുടെ തുടർച്ച തന്നെയാണ്. എങ്കിലും
ഇവിടെ ദൈവത്തെ പരിജ്ഞാനത്തിൽ മനസ്സിലാക്കാൻ ചില കാര്യങ്ങളിലേക്കും ചില വാക്യങ്ങളിലും കൂടെയൊക്കെ പൗലോസ് അപ്പോസ്തലൻ സഞ്ചരിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം ഈ റോമരോട് പറയുന്നത്, അവർ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുകയാണ്. അവർക്ക് ഇസ്രായേലരാണ് അവർക്ക് പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും എല്ലാം അവർക്കുള്ളവരാണ്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് മോശയുടെ പുറപ്പാടിൻ്റെ കാലത്ത്, തുടർന്നുള്ള കാലത്ത് മോശയിലൂടെ അവർക്ക് നിയമങ്ങളൊക്കെ കൊടുത്ത് അവരെ ഒരു രാജകീയ പുരോഹിത വർഗമാക്കി, ഒരു രാജ്യമാക്കി, അവർക്ക് രാജ്യത്തിന് നിയമം കൊടുത്ത്, രാജ്യത്തിന് ഒരു ദേശം കൊടുത്ത്, ദേശത്തിന് അതിരുകൾ കൊടുത്ത്, അതിൽ ഇസ്രായേൽ എന്ന ജനം കൊടുത്ത്, ആ ഇസ്രായേലിന് ഇസ്രായേൽ ജനം, തൻ്റെ ജനം എന്ന പേര് കൊടുത്ത്, അവർക്ക് കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്ത്, അവർക്ക് വാഗ്ദത്തം കൊടുത്ത്, അപ്പോൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന തരത്തിൽ വാഗ്ദത്തങ്ങളൊക്കെ കൊടുത്ത് വച്ചിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, അവൻ സർവ്വത്തിനു മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, ദൈവവചനം വ്യഥാവായി പോയി എന്നല്ല. അതിൻ്റെ ഒരു കാരണത്തിലേക്ക് വരികയാണ്, അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക്. ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലരെന്നും അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ട് എല്ലാവരും മക്കൾ എന്നും വരികയില്ല. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. അത് കോട്ടാണ്, പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിലെ കോട്ടാണ്. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. അങ്ങനെ വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ എത്രയും സന്തതി എണ്ണുന്നു. അവിടെ നമ്മൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നോക്കും. അബ്രഹാമിൻ്റെ ജഡപ്രകാരം ജനിച്ച ഇസ്മായേലല്ല അവകാശിയായി മാറുന്നത്, വാഗ്ദത്ത പ്രകാരം ജനിച്ച ഇസഹാക്കാണ്. അപ്പം അവകാശത്തിൽ നിന്ന് പോവുകയാണ് ജഡപ്രകാരം ജനിച്ച മകനായ ഇസ്മായേൽ. എന്നാൽ ദൈവം, അബ്രഹാം പറയുന്നുണ്ട്, ഇസഹാക്ക് എൻ്റെ മുമ്പിൽ വളർന്നാൽ മതി, ഇസഹാക്ക് മകനായിട്ടിരുന്നാൽ മതി. അല്പം ദൈവം അല്ലല്ലല്ല, നിൻ്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു മകൻ പ്രസവിക്കും, അവനോടാണ് ഞാൻ എൻ്റെ നിയമം ചെയ്യാൻ പോകുന്നതെന്നാണ്, ഇസ്മായേലിനോടല്ല. അപ്പോൾ വാഗ്ദത്തം, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഒരിക്കലും ഇസ്മായേലായിരുന്നില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം അത് ഇസഹാക്കായിരുന്നു. അപ്പോൾ ഇവിടെ എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് അന്ന് അപ്പോൾ ഇസ്രായേൽ ആയി ജനിച്ചത് കൊണ്ട് എല്ലാവരും ഇസ്രായേൽ ആകുന്നില്ല എന്നാണ്. അതുകൊണ്ട് അബ്രഹാമിൻ്റെ സന്തതി വരുന്നത് കൊണ്ട് എല്ലാവരും അബ്രഹാമിൻ്റെ മക്കൾ, അബ്രഹാമിൻ്റെ മകൻ എന്ന പേരിനും അർഹനല്ല. വാഗ്ദത്ത പ്രകാരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കായ ഇസ്രായേൽ ജനമുണ്ട്. അവരെല്ലാവർക്കും ഈ പറഞ്ഞ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനും കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ജഡപ്രകാരമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ സുവിശേഷം അറിയാനും, നമ്മൾ ഈ ദൈവത്തെ അറിയാനും, നമ്മൾ ഈ ക്രിസ്തുവിനെ അറിയാനും, എന്താണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്ന് അറിയാനും അത് വിശ്വസിക്കാനും ഒക്കെ ദൈവം നമുക്ക് അവസരം തന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. ആ കൂട്ടത്തിൽ, വാഗ്ദത്ത പ്രകാരം ജനിച്ച കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവം ഇത് നമുക്ക് വെച്ച് നീട്ടുന്നേ ഉള്ളൂ. പക്ഷെ അത് പ്രാപിക്കുന്ന ആരൊക്കെയാണ്, ഏറ്റെടുക്കുന്ന ആരൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. അതിനാണ് നമ്മൾ ഈ വചനം കൂടുതൽ ആഴത്തിൽ ഗ്രഹിക്കാനും പഠിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ശ്രമിക്കേണ്ടത്. അതിൽ നിന്ന് കിട്ടുന്ന അറിവ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, അറിവ് തെറ്റിയാൽ വിശ്വാസം തെറ്റും. വിശ്വാസം സകലത്തിൻ്റെ ആധാരമായി വെച്ചിരിക്കുമ്പോൾ, വിശ്വാസം തെറ്റിയ വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസത്തിലൂടെ എന്ത് നന്മയാണ് അല്ലെങ്കിൽ എന്ത് വാഗ്ദത്തമാണ് നമുക്ക് ലഭിക്കുക. അപ്പോൾ അത് പരിശോധിക്കുകയും ചെയ്യുകയും ചെയ്യേണ്ടത് ബൈബിൾ തുറന്നു വെച്ച് നോക്കി അത് മനസ്സിലാക്കുകയല്ലാതെ വേറൊരു വഴി നമ്മുടെ മുമ്പിലില്ല. ഇന്ന് ദൈവം നമ്മളോട് വന്ന് സംസാരിക്കുന്നില്ല, ക്രിസ്തു നമ്മളോട് വന്ന് സംസാരിക്കുന്നില്ല, പ്രവാചകന്മാർ നമ്മളോട് വന്ന് സംസാരിക്കുന്നില്ല, ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മളോട് സംസാരിക്കുന്നില്ല. എന്തിനേറെ അവസാനം ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരും നമ്മളോട് സംസാരിക്കുന്നില്ല. പക്ഷേ ഇവരെല്ലാവരും നമ്മളോട് സംസാരിക്കുന്നുണ്ട് ബൈബിളിലൂടെ. അപ്പം നമ്മൾ ഒരു പുരോഹിതനെയോ അബ്രഹാമിനെയോ, എന്തിനേറെ പുരോഹിതൻ, അതും അതിൻ്റെ കൂടെ ചേർത്ത് പറയണം, പുരോഹിതൻ പോലും നമുക്കിന്നില്ല. നമുക്ക് ഏക മഹാപുരോഹിതനായി യേശുക്രിസ്തുവിനെ മാത്രമേ ദൈവം വെച്ചുള്ളൂ. പുരോഹിതന്മാർ പോലും ഇന്ന് ദൈവത്തിനും നമുക്ക് മധ്യയില്ല. ലോകത്തിൽ ആയിരക്കണക്കിന് പുരോഹിതന്മാരുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ആ പുരോഹിതന്മാരെയും ദൈവം വെച്ച പുരോഹിതന്മാരല്ല. ദൈവം ഒരു പുരോഹിതനെ വെച്ചിട്ടുള്ളൂ, അത് യേശുക്രിസ്തുവാണ്. അപ്പോൾ യേശുക്രിസ്തു എന്ന മീഡിയേറ്റർ, യേശുക്രിസ്തു എന്ന അഡ്വക്കേറ്റ്, യേശുക്രിസ്തു എന്ന പുരോഹിതൻ, അത് ഏക മഹാപുരോഹിതൻ. ആ ഒരു പുരോഹിതൻ മാത്രമേ നമുക്കും ദൈവത്തിനും മധ്യേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട്
നമുക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ് ഈ ദൈവത്തെ അറിയാനും. അത് ക്രിസ്തുവിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്. ക്രിസ്തു ഇല്ലെങ്കിൽ നമുക്ക് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. നമ്മുടെ രാജ്യത്ത് ഇതില്ലായിരുന്നല്ലോ. യേശുക്രിസ്തു വന്നതിന് ശേഷം, യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് ഈ സുവിശേഷം എത്തുന്നത്. യേശുക്രിസ്തുവിൻ്റെ മരണമില്ലെങ്കിൽ അതില്ല. അത് ഇസ്രായേലിലെ ഒരു ദൈവം, പലസ്തീനിൽ വേറെ ദൈവം, പിന്നെ കാശ്മീർകാർക്ക് വേറെ ദൈവം, അല്ലെങ്കിൽ തമിഴ്നാട്ടുകാർക്ക് നൂറുകണക്കിന് ദൈവം, ഇവിടെയും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ നൂറുകണക്കിന് ദൈവമായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുള്ളൂ. നമ്മൾ ക്രിസ്തു ഇല്ലായിരുന്നെങ്കിൽ ഇത് അറിയില്ലായിരുന്നു. അപ്പോൾ ക്രിസ്തുവാണ് നമുക്ക് മീഡിയേറ്റർ ആയിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അത് കഴിഞ്ഞിട്ട് താഴോട്ട് ചില വാക്യങ്ങളൊക്കെ ദൈവത്തെ കുറച്ചുകൂടി പരിജ്ഞാനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള വാക്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പം മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് യേശാവും യാക്കോബും ജനിക്കുന്നതിന് മുമ്പേ എഴുതിയ കാര്യമാണ്. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുമെന്ന് മോശയോട് പറയുന്ന കാര്യം. അപ്പം ഈ കാര്യങ്ങളൊക്കെ ദൈവം മുന്നമേ അറിയുന്ന, ദൈവം ഇങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നത് അതിനേക്കാൾ ഉപരി എന്താണ് ആയിത്തീരുക എന്നുള്ളത് ദൈവത്തിൻ്റെ മുന്നറിവ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആ മുന്നറിവ് വെച്ചിട്ട് ഇന്ന കാര്യങ്ങൾ ഇന്ന രീതിയിൽ ഇപ്പോൾ ഇന്ന കാലത്ത് സംഭവിക്കും എന്ന് ദൈവം തൻ്റെ ജനത്തോട് മുൻകൂട്ടി അറിയിച്ചു കൊണ്ടേയിരുന്നു. അത് അബ്രഹാമിൻ്റെ കാലത്ത് പറയുന്നത്, ഞാൻ ഒരു കാര്യം ചെയ്യാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? അപ്പോൾ അതാണ് അബ്രഹാം ചോദിക്കുമ്പോൾ ലോത്തിനെ വിടുവിക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് സൊദോം ഗൊമോറയുടെ കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ 50 പേര് അവിടെ ഉണ്ടായിരുന്നാൽ നീ നശിപ്പിക്കുമോ, 40 പേരുണ്ടായിരുന്നോ നശിപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് ദൈവം പറയുന്നുണ്ട്, ഞാൻ ചെയ്യാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുന്നു. അതായത് അബ്രഹാമിനോട് മറച്ചു വെക്കുമെന്ന് പറഞ്ഞാൽ കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ അയച്ച് ദൈവത്തിൻ്റെ കാര്യങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതികളും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ചും ദൈവം വരുത്താനിരിക്കുന്ന കോപത്തെ സംബന്ധിച്ചും ശിക്ഷയെ സംബന്ധിച്ചും ഒക്കെ അറിയിച്ചു കൊണ്ടേയിരുന്നത്, അറിയിക്കാതെ ദൈവം ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഇന്നും ദൈവം അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അത് ഈ പുസ്തകത്തിലൂടെയാണെന്ന് മാത്രം. ആർക്കെങ്കിലും ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, ദൈവം ഇന്നലെ രാത്രി എനിക്ക് പ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ അതൊക്കെയും നമുക്ക് വിശ്വസിക്കാൻ തക്ക കാര്യങ്ങളല്ല. ഇത് നിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടെ ശ്രദ്ധയോടെ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആവർത്തന പുസ്തകം 13-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കണം. അവിടെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആവർത്തന പുസ്തകത്തിലേ എഴുതി വെച്ചിരിക്കുകയാണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ്. എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം മനുഷ്യനോട് പറയുന്നത്? ആവർത്തന പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇങ്ങനെ എന്നിട്ട് ഇതിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് ഇതാണ്. ഇതിൻ്റെ ഈ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെയും തുടർന്ന് വന്ന കാര്യത്തെക്കുറിച്ചാണ് ഇതിലും പറയുന്നതെന്ന് ഞാൻ പറയാൻ കാര്യം. അങ്ങനെ പറയുന്നത്, ആകയാൽ നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു, നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ളവർ. അത് വിശ്വാസത്താലുള്ള നീതി തന്നെ. അപ്പം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലുള്ള നീതിയല്ല. അതിനെക്കുറിച്ച് ന്യായപ്രമാണത്തെ സംബന്ധിച്ചാണല്ലോ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നത് പൗലോസ് അപ്പോസ്തലൻ. അപ്പോൾ വിശ്വാസത്തുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തെങ്കിലെത്തിയില്ല. അതെന്തുകൊണ്ട്? അവർ വിശ്വാസത്തിലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി. അപ്പോൾ അവർക്ക് മൂലക്കല്ലായിട്ടോ രക്ഷകല്ലായിട്ടോ ഇരിക്കേണ്ട ന്യായപ്രമാണം തന്നെ അവർക്ക് ഇടർച്ചക്കല്ലായി മാറുന്നൊരവസ്ഥയാണ് ഉണ്ടായത്. അവിടെ വീണ്ടും അത് വായിക്കുന്നത് പഴയ നിയമ പുസ്തകത്തിലെ ഒരു കാര്യം, യെശയ്യാ പ്രവാചകനിലെ ഒരു കാര്യം പറയുന്നത്, ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയിൽ വെക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു മൂലക്കല്ലാണെന്നാണ് നമ്മൾ വേറെ ചില ഭാഗങ്ങളിൽ വായിക്കുന്നത്. അപ്പോൾ മൂലക്കല്ലായിരിക്കുന്ന, അല്ലെങ്കിൽ ന്യായപ്രമാണം അനുഗ്രഹത്തിനായി വെച്ചത് തന്നെ പലർക്കും ശാപമായി ഭവിച്ചു. മൂലക്കല്ലായി വെച്ചുന്നത് ഇടർച്ചക്കല്ലായി തടങ്കൽ പാറയായി മാറി. ഇവിടെ യേശുക്രിസ്തുവിനെ വെച്ചിരിക്കുന്ന മൂലക്കല്ലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് വെച്ചിരിക്കുന്ന യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ യേശുക്രിസ്തു നമുക്ക് മൂലക്കല്ലായിരിക്കെ തന്നെ ആ മൂലക്കല്ല് എല്ലാവർക്കും മൂലക്കല്ലല്ല, എല്ലാവർക്കും തൻ്റെ വിശ്വാസ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള കല്ലല്ല. പലർക്കും, ഒരുപാട് പേർക്ക് അത് ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിയർ വിശ്വസിക്കാതെ, ഇന്നും ഇസ്രായേലിയർ യഹൂദ്യർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതിരിക്കുന്നിടത്തോളം കാലം മൂലക്കല്ലായി വെച്ചിരുന്ന ഈ യേശുക്രിസ്തു എന്ന കല്ല് അവർക്ക് തടങ്കൽ പാറയും പിന്നെ ഇടർച്ചക്കല്ലുമാണ്. അവരതിൽ തട്ടി വീഴും. ആ യേശുക്രിസ്തു എന്ന കല്ലിൽ തട്ടി വീണ് കിട്ടേണ്ടത് ദൈവം വെച്ച നന്മയോ കരുണയോ അല്ലെങ്കിൽ ദൈവം വെച്ച വാഗ്ദത്തമോ പ്രാപിക്കാതെ ഈ ഭൂമിയിൽ മൃഗങ്ങൾ മരിക്കുന്നത് പോലെ മരിച്ച് അവസാനിക്കും. ഇതാണ്
അപ്പോസ്തലൻ ജനത്തോട് സംസാരിക്കുന്നതും സംസാരിച്ചു കൊണ്ടിരുന്നതുമായ കാര്യം ഈ കഴിഞ്ഞ അധ്യായങ്ങളിലും ഈ അധ്യായത്തിലും. നന്ദി. കേട്ടുകൊണ്ടിരുന്നതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്നും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.